സതീദേവിയുടെ വിയോഗത്തിനു ശേഷം പ്രപഞ്ചത്തോട് തന്നെ വിരക്തി തോന്നി ഭഗവാൻ ശിവൻ കഠിനമായ ധ്യാനത്തിൽ മുഴുകി. എന്നാൽ ഈ സമയം ഹിമവാന്റെ പുത്രിയായി ജനിച്ച പാർവതീദേവി ശിവന് തന്നെ ഭർത്താവായി ലഭിക്കണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ തൻ്റെ തപസ്സിൽ നിന്നുണരാൻ ഭഗവാൻ തയ്യാറായിരുന്നില്ല. ഭഗവാനെ ധ്യാനത്തിൽ നിന്നുണർത്താൻ ദേവന്മാർ കാമദേവനെ നിയോഗിച്ചു. കാമദേവൻ തൻ്റെ പുഷ്പബാണങ്ങൾ ശിവന് നേരെ തൊടുത്തു. പെട്ടെന്ന് ധ്യാനമുണർന്ന ഭഗവാൻ കോപാകുലനാവുകയും തൻ്റെ തൃക്കണ്ണ് തുറന്ന് കാമദേവനെ ഭസ്മമാക്കുകയും ചെയ്തു. തൻ്റെ പ്രിയതമൻ്റെ വിയോഗത്തിൽ തളർന്നുപോയ രതീദേവിയുടെ വിലാപം പാർവതീദേവിയെ ദുഃഖിപ്പിച്ചു. തുടർന്ന് ദേവി കഠിനമായ വ്രതം അനുഷ്ഠിക്കാൻ തീരുമാനിച്ചു. തണുപ്പുള്ള ധനുമാസത്തിലെ ആ മഞ്ഞുകാലത്ത് ഉറക്കമുപേക്ഷിച്ച് ദേവി ശിവനെ ധ്യാനിച്ചു. ഒടുവിൽ പാർവതിയുടെ ഭക്തിയിലും സ്നേഹത്തിലും പ്രീതനായ ഭഗവാൻ തൻ്റെ ജന്മനാളായ ധനുമാസത്തിലെ തിരുവാതിര ദിനത്തിൽ ദേവിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അവളെ പത്നിയായി സ്വീകരിക്കുകയും ചെയ്തു. കൂടാതെ ഭസ്മമായി പോയ കാമദേവന് പുനർജന്മം നൽകുകയും ചെയ്തു എന്നാണ് വിശ്വാസം. വിരഹത്തിനു ശേഷം ശിവനും പാർവതിയും ഒന്നിച്ച ആ പുണ്യദിനത്തെയാണ് നമ്മൾ തിരുവാതിരയായി ആഘോഷിക്കുന്നത്. പാർവതീദേവി അന്ന് അനുഷ്ഠിച്ച വ്രതത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്നും സ്ത്രീകൾ ഉറക്കമിളച്ചും നോമ്പെടുത്തും ഈ ദിവസം ആഘോഷിക്കുന്നത്. മംഗല്യഭാഗ്യത്തിനും ദീർഘസുമംഗലീഭാവത്തിനും വേണ്ടി സ്ത്രീകൾ നടത്തുന്ന ഈ ആഘോഷം പ്രണയത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പ്രതീകം കൂടിയാണ്.